ഓണക്കാലമാകുമ്പോൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ടായിരുന്നത് വലിയ കുതിച്ചു കയറിയിരുന്ന വിലക്കയറ്റമാണ്. എന്നാൽ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വലിയ ഒരു നീക്കം അതെന്തായാലും ഭക്ഷ്യവകുപ്പ് നടത്തി. എനിക്ക് പിന്നാലെ കാണുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള GRNലാണ്. പീപ്പിൾസ് ബസാർ എന്ന് പറയുന്ന ഈ അട്ടക്കുളങ്ങരയിലുള്ള ഷോപ്പിൽ ഇപ്പോൾ അദ്ദേഹമുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ജനങ്ങളുടെ ഏറെ ആശങ്കയായിരുന്നു ഈ വിലക്കയറ്റത്തിൽ പ്രധാനമായും വെളിച്ചെണ്ണ. ഇപ്പോൾ അതിലൊരു വലിയ ഇടപെടലാണ് ഭക്ഷ്യവകുപ്പ് നടത്തിയത്. അതെ, 370 കോടി രൂപയുടെ വിൽപ്പന നമുക്ക് ഇന്നലെ വരെ കൈവരിക്കാൻ കഴിഞ്ഞു. അതിൽ വെളിച്ചെണ്ണയുടെ വിൽപ്പന 20 ലക്ഷത്തിൽ പരം ലിറ്റർ വെളിച്ചെണ്ണയാണ് ശബരി വെളിച്ചെണ്ണ മാത്രം വിറ്റത്. അത് 339 രൂപയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കാൻ തീരുമാനിച്ചതോടുകൂടി മറ്റ് ഉൽപ്പന്നങ്ങൾ എന്ന നിലയിൽ വെളിച്ചെണ്ണയുടെ വില കുറയാൻ ഇടയാക്കി. ഉത്രാട ദിനമാണ്. സബ്സിഡി ഇതര സാധനങ്ങൾ ഇപ്പോൾ 13 സാധനങ്ങൾ ഇപ്പോൾ സബ്സിഡിയിൽ കിട്ടുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ 10% വില കുറവ് കൂടിയുണ്ടല്ലേ? 10% വില കുറച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ലക്ഷ്യമിട്ട ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ 1 കോടിയിലധികം രൂപയുടെ വിൽപ്പന നടന്ന ഔട്ട്ലെറ്റാണ് ഫോർട്ടിലെ ഔട്ട്ലെറ്റ്. ഇപ്പോൾ ഓണക്കിറ്റ്, സൗജന്യ ഓണക്കിറ്റ് കഴിഞ്ഞ ദിവസം 87% വിൽപ്പന നടന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന പലതരത്തിലുള്ള കിറ്റുണ്ട്. ഇതിപ്പോൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന കിറ്റാണ്. എന്തൊക്കെയാണ് ഇതിലിപ്പോൾ പ്രധാനമായി സാധനങ്ങൾ എന്തൊക്കെയാണ്? ഓണവുമായി ബന്ധപ്പെട്ട് AAY കാർഡുകാർക്ക് 14 ഇന സാധനങ്ങളടങ്ങിയ കിറ്റാണ് സൗജന്യ കിറ്റായി നൽകുന്നത്. 88% പേർ 5,25,000 പരം കുടുംബങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുണ്ട്. ഇത്തവണ 1000 രൂപയ്ക്ക് 19 ഉൽപ്പന്നങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റ്. ആ സമൃദ്ധി കിറ്റിൽ ഇതുപോലെ തന്നെ തൂരപ്പരിപ്പ്, ആട്ട, പുട്ടുപൊടിയുണ്ട്, അതുപോലെ മല്ലിപ്പൊടിയുണ്ട്, പഞ്ചസാരയുണ്ട്. 19 ഇനങ്ങൾ ഈ രീതിയിലുള്ള വിവിധ ജീരകത്തിൻ്റെ കവറുണ്ട്, അതുപോലെ പായസക്കൂട്ടുണ്ട്, സാമ്പാർ പൊടിയുണ്ട്, ശർക്കരയുണ്ട്, സാമ്പാർ പരിപ്പുണ്ട്, കടലയുണ്ട്, ചെറുപയർ പരിപ്പുണ്ട്, അതുപോലെ അച്ചാർ, പിക്കിൾ അച്ചാറുണ്ട്, ഉലുവ ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിധത്തിലുള്ള ഒരു അനുകൂലമായ സമീപനം പ്രത്യേകിച്ചും ഭക്ഷ്യവകുപ്പിന് ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്, പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഫെസ്റ്റിവൽ വരുന്ന ഒരു സമയത്തൊക്കെ? ഓണക്കാലത്ത് കൂടുതൽ അരി കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ പോവുകയുണ്ടായി. 1 മണി അരി പോലും, 1 കിലോ അരി പോലും അധികമായി അനുവദിച്ചില്ല. എന്നാൽ ഓണം ജനങ്ങളെ ചേർത്ത് നിർത്തണമെന്ന ഗവൺമെൻറ്റിൻ്റെ ആ നിലപാടാണ്. ആവശ്യാനുസരണം 43 കിലോ അരി സബ്സിഡിയായും സൗജന്യ നിരക്കിലും റേഷൻ കടകളിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെയും നൽകാനുള്ള തീരുമാനമെടുത്തത്. അത് നമുക്ക് മാർക്കറ്റിൽ വില വർധനവ് തടയാൻ കഴിഞ്ഞു. സാധാരണ ജനങ്ങൾക്ക് വളരെ വളരെ ആശ്വാസം പകരാൻ കഴിഞ്ഞു. നാളെ തിരുവോണമാണ്. ഇനി മലയാളികളുടെ ഇനി എന്താണ് പറയാനുള്ളത്? സപ്ലൈകോയിൽ ഇപ്പോൾ ആളുകൾ ഒഴുകിയെത്തുന്നു, വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ അതെ, ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമാണ്. സാമ്പത്തിക പ്രയാസം കൊണ്ട് ഇടയ്ക്ക് സപ്ലൈകോയ്ക്കുള്ള പുറകോട്ടടി പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ജനങ്ങൾ, അതുപോലെ 54 ലക്ഷം കുടുംബങ്ങൾ ഇന്നലെ വൈകുന്നേരം വരെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ വന്നു. എന്തായാലും ജനങ്ങൾ നന്നായി സ്വീകരിച്ചു. ജനങ്ങൾക്ക് ആശ്വാസകരമായി ഓണം സമൃദ്ധിയായി ആഘോഷിക്കാൻ ഇതും ഒരു സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് സന്തോഷത്തോടുകൂടി ജനങ്ങളോട് അറിയിക്കുന്നു. ജനങ്ങൾക്കെല്ലാം ഓണാശംസകൾ നേരുന്നു. വളരെ കൃത്യമാണ്. ഇനി ആർക്കും തന്നെ ഒരു ഭയം വേണ്ട. കാരണം സപ്ലൈകോയിൽ വന്നു കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ട സാഹചര്യമില്ല. പ്രത്യേകിച്ചും ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് വീടുകളിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഈ സപ്ലൈകോയിൽ അടക്കം കിട്ടുമെന്നുള്ളത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.